പ്രതിപക്ഷ നേതാക്കളായിക്കൊള്ളട്ടെ ഭരണപക്ഷ നേതാക്കന്മാരായിക്കൊള്ളട്ടെ അവരുടെ ഉത്തരവാദിത്വം എന്താണ്, അവരെ എന്തിനാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് എന്ന് അവർക്കറിയില്ല എന്നെനിക്ക് തോന്നുന്നു. പുറത്തും അകത്തും കോമാളിത്തരങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തർത്ഥമാണുള്ളത്? ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് പ്രതിപക്ഷം കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ കൂടുതൽ അപഹാസ്യരാകുന്ന രീതിയിലേക്ക് മാറത്തുള്ളൂ. ഇതല്ല കോൺഗ്രസിന്റെ സംസ്കാരം എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നതും. ഈ പ്രതിപക്ഷം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരാവശ്യം ഉന്നയിച്ച് മാന്യമായിട്ടുള്ള ഒരു സമരം നടത്തിയിട്ടുണ്ടോ? ആ പ്രചരണത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ ശബരിമല കാട്ടിയെങ്കിലും ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ ശ്രമമാണ് ഈ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഈ നിയമസഭയിൽ ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ പോര് ആണ് നമ്മളിപ്പോ കണ്ടിട്ടിരിക്കുന്നത്. ഈ ശിവൻകുട്ടിക്കെതിരെ ഒക്കെ പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ നേരെ തിരിച്ചാണ് അവരുടെ പ്രകടനം എന്ന് പറയുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഈ റിയാലിറ്റി ഷോകൾക്ക് പകരമായിട്ട് ഇപ്പൊ നമ്മള് ന്യൂസ് ചാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ രസകരമാണത്, വളരെ എൻ്റർടൈനിങ് ആണ് എന്ന് വേണം പറയാനായിട്ട്. പ്രതിപക്ഷ നേതാക്കളായിക്കൊള്ളട്ടെ ഭരണപക്ഷ നേതാക്കന്മാരായിക്കൊള്ളട്ടെ അവരുടെ ഉത്തരവാദിത്വം എന്താണ്, അവരെ എന്തിനാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് എന്ന് അവർക്കറിയില്ല എന്നെനിക്ക് തോന്നുന്നു. ഒരു സാമാന്യ ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയാണോ നിയമസഭ പോകേണ്ടത്? 2015 സമയത്ത് നടന്നിട്ടുള്ള ഒരു നിയമസഭയ്ക്കകത്ത് സ്പീക്കറുടെ ചേംബറിലേക്ക് ചാടിക്കറിയും അവിടെ സ്പീക്കറുടെ കമ്പ്യൂട്ടർ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തതിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാക്കന്മാരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് സൈബറിടങ്ങളിലൊക്കെ എപ്പോഴും വി. ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അന്നത്തെ ആ ടേബിളിന് മേളിൽ കയറി നിൽക്കുന്ന വി. ശിവൻകുട്ടിയുടെ ഫോട്ടോയൊക്കെയാണ്. പക്ഷെ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇന്നത്തെ ദിവസം നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഇത് പ്രതിപക്ഷം ഒന്ന് വിശദീകരിക്കണം. പുറത്തും അകത്തും കോമാളിത്തരങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തർത്ഥമാണുള്ളത്? ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം വഴി തെറ്റിപ്പോകുന്നു എന്നുള്ള രീതിയിലാണ് ഈ പ്രതിപക്ഷത്തുള്ള ആളുകളുടെ സംസാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. പ്രതിപക്ഷം ഇന്നയാളാണ് കുറ്റവാളി എന്ന് ചൂണ്ടിക്കാണിക്കുകയും അയാളെ ചോദ്യം ചെയ്യുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ അന്വേഷണം വഴി തെറ്റുന്ന മാതിരിയാകുമോ? ഇല്ലല്ലോ. ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് പ്രതിപക്ഷം കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ കൂടുതൽ അപഹാസ്യരാകുന്ന രീതിയിലേക്ക് മാറത്തുള്ളൂ. കാരണം എത്രയെത്ര ചർച്ചകൾ നടക്കേണ്ട ഒരു സമയത്താണ് ഇതുപോലത്തെ കോമാളിത്തരങ്ങൾ ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണ്ടേ? കാരണം ശബരിമലയിൽ ആക്ച്വലി എന്താണ് നടന്നിട്ടുള്ളത്? ശബരിമലയിൽ ആരാണ് സ്വർണം മോഷ്ടിച്ചത്? ഈ സ്വർണ്ണ മോഷണത്തിന് പിന്നെ നടത്തിയ ഗൂഢാലോചന ആരുടെയാണ്? ആരൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കൈപ്പറ്റിയിട്ടുള്ളത്? ഈ സ്വർണം എവിടെയാണ് വിറ്റിട്ടുള്ളത്? അത് വാങ്ങിയത് ആരൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം സമഗ്രവും സുതാര്യവുമായ ഒരു അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭയ്ക്കകത്ത് പോയി ഇതുപോലത്തെ കോമാളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇവരെ ഏത് രീതിയിൽ വിലയിരുത്തും? 2015 കേരളത്തിലുണ്ടായിരുന്ന ആളുകളുടെ ചിന്തകളോ രീതികളോ ഒന്നുമല്ല 2026 ഉള്ളത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധമെങ്കിലും കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഉണ്ടാവേണ്ടേ? അതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം വിഷയങ്ങൾ വളരെ സമഗ്രമായ രീതിയിൽ പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഉന്നയിക്കാമായിരുന്നു. ബഡ്ജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ടായിരുന്നു? വിവിധ ജില്ലകളിലേക്ക് അനുവദിച്ചിട്ടുള്ള പദ്ധതികളുടെ കാര്യം, വിവിധ നിയോജക മണ്ഡലങ്ങളിലേക്ക് അനുവദിച്ചിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച് ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സമയത്ത് തങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ള ജനങ്ങളെ അപഹാസ്യരാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമല്ല ഇത് പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്നലെയും ഇത് തന്നെയായിരുന്നു. ഇന്നലെ എന്താണ്? പരവോളിൽ ഇറങ്ങുന്ന രാഷ്ട്രീയ പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കെ രമ ഇന്നലെ ഉന്നയിച്ചത്. ഇന്നിപ്പോൾ ശബരിമല വിഷയത്തിൽ, ഈ ശബരിമല വിഷയത്തിൽ നമുക്ക് ഇന്ത്യൻ ഭരണഘടന പറയുന്ന ആ നിയമങ്ങൾ അനുസരിച്ചിട്ടല്ലേ മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയെ ആജീവനാന്തകാലം ജയിലിനകത്തിടാൻ വേണ്ടി സാധിക്കുമോ? സാധിക്കത്തില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രാജ്യം എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഉള്ള ഒരു സംസ്ഥാനത്താണ് ഇതുപോലത്തെ കോമാളിത്തരം നടക്കുന്നത്. ഇതിലൊക്കെ ജനങ്ങൾ ഏത് രീതിയിലാണ് ഇവർക്ക് മറുപടി നൽകുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇവർക്ക് വേണമെങ്കിൽ നിയമസഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നേ. സാമൂഹിക വിഷയങ്ങൾ, കാർഷിക വിഷയങ്ങൾ, വന്യമൃഗങ്ങളുടെ ശല്യം, അതോടൊപ്പം മലയോര കർഷകരുടെ പ്രശ്നം, ഇവിടുത്തെ കർഷക തൊഴിലാളികളുടെ പ്രശ്നം, ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ഇവിടുത്തെ തൊഴിലില്ലായ്മ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഇവർക്ക് നിയമസഭയ്ക്കകത്ത് ചർച്ച
ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചർച്ച ചെയ്യാതെ നിയമസഭയ്ക്കകത്ത് സ്പീക്കറുടെ ചേംബറിലേക്ക് ചാടിക്കയറുന്നത് ഹീറോയിസമാണ് എന്നാണ് അൻവർ സാദത്തും ഈ പറഞ്ഞ മാത്യു കുഴൽനാടനും ഒക്കെ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. ഇതല്ല കോൺഗ്രസിന്റെ സംസ്കാരം എന്ന് പറയുന്നത്, കോൺഗ്രസിന്റെ പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നതും. ഞാൻ പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള നിയമസഭ രേഖകൾ എടുത്തൊന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്തെ വീഡിയോ എടുത്ത് പരിശോധിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു 5 വർഷം മുമ്പ് ഒക്കെ ഉള്ള പാർലമെന്റ് സമ്മേളനങ്ങളും നിയമസഭാ സമ്മേളനങ്ങളും ഒക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുന്നേ. ഇപ്പം ഇന്ത്യൻ പാർലമെന്റിനകത്ത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരള നിയമസഭയ്ക്കകത്ത് നടക്കുന്ന സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടക്കുന്നത്. അവിടെ വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അവതരിപ്പിച്ച് അവിടെ കൃത്യമായിട്ടുള്ള ഒരു സംവാദങ്ങൾ കൊണ്ടുവരേണ്ടതിന് പകരം അവിടെ എന്താണ് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാത്ത മാഗസിൻ്റെ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ആ പാർലമെന്റ് സമ്മേളനത്തെ തന്നെ പ്രക്ഷുബ്ധമാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുമ്പോൾ അതിന് തുല്യമായ രീതിയിലാണ് നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ SIT കൃത്യമായിട്ട് അന്വേഷിച്ച് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിനെ ചൊല്ലി നിയമസഭ സ്തംഭിപ്പിക്കുകയും സ്പീക്കറുടെ ചേംബറിലേക്ക് എടുത്തു ചാടാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഇടയ്ക്ക് വെച്ച് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഈ ശബരിമല വിഷയം വിട്ടുകളഞ്ഞത്? അന്നത് ഈ പറഞ്ഞ KC വേണുഗോപാലിലേക്കും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സോണിയാഗാന്ധിയിലേക്കും അടൂർ പ്രകാശിലേക്കും ഒക്കെ കാര്യങ്ങൾ നീളുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും അവർ സൈലന്റ് ആയത്. അതിനുശേഷം വീണ്ടും നിയമസഭാ ഇലക്ഷന് ഇനി 2 മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് കണ്ടിരിക്കെ ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തിയൊരു നാടകം മാത്രമാണ് ഇന്ന് നിയമസഭയ്ക്കകത്ത് നടന്നത്. അല്ലാണ്ട് അതിനപ്പുറത്തേക്കൊന്നുമില്ല. സ്വാഭാവികമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ ഇപ്പോൾ സാധിക്കുമോ? ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ അതിനനുസരിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റുമോ? ഒരു കേസല്ലേ ഇത്? ഒരുപാട് ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ അത് ഒരുമിച്ച് തന്നെയല്ല കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. അത് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമല്ല ഇത്. ആ അന്വേഷണത്തിന് സുതാര്യത ഇല്ലാതെ വരുമോ? ആ അന്വേഷണത്തിന് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹൈക്കോടതിയില്ലേ? കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഹൈക്കോടതിയിൽ പോലും വിശ്വാസമില്ല എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? കാരണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസമില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നതെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഹൈക്കോടതിയുടെ മേൽ വിശ്വാസമില്ല എന്ന് തന്നെയാണ്. അതിനാണ് അവർ ഉത്തരം പറയേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ അവർക്ക് വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ പറയട്ടെ, അടൂർ പ്രകാശിനെ നാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്ത് ചെയ്യേണ്ട അവസ്ഥ എന്തായിരിക്കും? കൃത്യമായ തെളിവുകൾ വേണ്ടേ? ഈ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തല്ലോ. ചോദ്യം ചെയ്തതിന് ശേഷം പിന്നെയും എന്തിനാണെന്ന് ഈ പ്രതിപക്ഷ ബഹളം? നമ്മുടെ ചോദ്യം ഇതാണ്. അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതി പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയത്തില്ല ഈ SITയോട്. SIT ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അതിൽ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഹൈക്കോടതിയിൽ കൃത്യമായിട്ട് ഓരോ ആളുകളെ ചോദ്യം ചെയ്യുന്ന സമയത്തും അവരുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായിട്ട് നൽകുന്നുണ്ട് ഈ SIT. അങ്ങനെ രേഖകൾ നൽകി അതിലെന്തെങ്കിലും ഒരു വീഴ്ച SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവത്തില്ലേ? അതെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം ഈ പറഞ്ഞ പ്രതിപക്ഷത്തിനുണ്ടാവണ്ടേ? ബഡ്ജറ്റ് ചർച്ച വളരെ കൃത്യമായിട്ട് നിയമസഭയ്ക്കകത്ത് നടക്കേണ്ട ഒരു സമയത്താണ് അനാവശ്യമായിട്ട് നിയമസഭയ്ക്ക് മുമ്പിലും സമരം നടത്തുന്നത്, നിയമസഭയ്ക്ക് അകത്തും സമരം നടത്തുന്നത്. കാരണം ഇവർ കഴിഞ്ഞ 5 വർഷം എവിടെയായിരുന്നേ? കഴിഞ്ഞ 5 വർഷക്കാലം ഈ പ്രതിപക്ഷം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരാവശ്യം ഉന്നയിച്ച് മാന്യമായിട്ടുള്ള ഒരു സമരം നടത്തിയിട്ടുണ്ടോ? ഒന്നും നടത്തിയിട്ടില്ലല്ലോ. കാരണം ഒരു ഭരണപക്ഷത്തെ ഇവർ വിമർശിക്കുന്ന സമയത്ത് ഇവർ ഭരണപക്ഷത്തെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഈ കേരളത്തിൽ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതിനർത്ഥം സർക്കാർ ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും സുപ്രധാനമായിട്ട് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ് എന്നെങ്കിലും മനസ്സിലാക്കേണ്ട ഇവർ. അതല്ലാതെ കണ്ട് സ്പീക്കറുടെ ചേംബറിലേക്ക് എടുത്തു ചാടിക്കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ പ്രതിപക്ഷ പ്രവർത്തനമെന്ന് ഇവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ള മാത്രം തൂങ്ങിപ്പിടിച്ച് നടന്നുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യാൻ സാധിക്കും? കാരണം അവർക്ക് വേറൊന്നും പറയാനില്ല. കാരണം ഇവിടെ BJP മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം എന്താ? നമുക്ക് വികസനം ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. ഈ വികസനം ചർച്ച ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പം നാഷണൽ ഹൈവേ വരുന്നത്, ഈ നാഷണൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഈ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് ഉള്ളത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. വികസനം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുക ഒന്ന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമാണ്. അതോടൊപ്പം തന്നെ ഗെയിൽ പൈപ്പ്, ഇതൊക്കെ കേരള സർക്കാരിന്റെ ആർജവത്തിന്റെ ബാക്കി പത്രമാണ്. അതോടൊപ്പം തന്നെ മെട്രോ, വാട്ടർ മെട്രോ,
ഇതൊക്കെ ഈ ഒരു സർക്കാരിന്റെ വികസനം തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. ബ്രഹ്മപുരം വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട്, ഇങ്ങനെ എത്ര കാര്യങ്ങൾ എടുത്ത് ഈ സർക്കാരിന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വികസനം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. മറിച്ച് ഈ ഹൈന്ദവ സമൂഹങ്ങളെ കുറിച്ച് നമുക്കിപ്പോൾ അറിയാം. ഈഴവരുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. NSS സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ വെപ്രാളം പൂണ്ട് നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട്, അത് കൂടാതെ തന്നെ കോൺഗ്രസിനകത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ, അതായത് അതിതീവ്രമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള കക്ഷികളുടെ പിന്തുണ കോൺഗ്രസിനകത്തേക്ക് അവരുടെ ഒരു കടന്നുകയറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണമുണ്ട്. ആ പ്രചരണത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ ശബരിമല കാട്ടിയെങ്കിലും ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ ശ്രമമാണ് ഈ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഈ പ്രതിപക്ഷം ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അവരെ പരിഹാസ്യരാക്കാനേ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്നും ഇനി സമയമില്ല. പക്ഷെ എങ്കിൽ തന്നെയും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആ കാലഘട്ടം എങ്കിലും ഒന്ന് ശ്രീ VD സതീശൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനും ഒക്കെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ, ആ ഒരു ചരിത്രത്തെക്കുറിച്ചൊക്കെ VD സതീശനും കോൺഗ്രസ് നേതാക്കന്മാരും ഇടയ്ക്ക് എടുത്തു വെച്ച് വായിച്ചു പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. കാരണം ഈ ആക്ഷനൊക്കെ കാണിച്ചാൽ, ഈ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. ത്രിതല പഞ്ചായത്തിൽ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഉണ്ടായിട്ടുള്ള ഒരു മേൽക്കൈ നഷ്ടപ്പെടാനേ അത് സഹായിക്കൂ എന്ന ഒരു ഉപദേശം മാത്രമേ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഈ അവസരത്തിൽ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ളൂ.